ഹേ ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലൻ താറാവ് കറി പടയ്ക്കാൻ പോവാം. അപ്പോൾ കപ്പയോ താറാവ് കറിയോ അടിച്ചു കയറി വാ. അങ്ങനെ താറാവ് കൂട്ടന്മാരെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവരെ പീസാക്കി എടുത്തിട്ട് നമുക്ക് താറാവ് മപ്പാസ് അടിക്കാം. അങ്ങനെ നമ്മുടെ താറാവുട്ടന്മാരെ നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിന് വേവ് കൂടുതലായതുകൊണ്ട് നമുക്ക് കുക്കർ വെച്ചൊന്ന് അടിച്ചേക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് കുക്കർ വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താറാവുട്ടന്മാരെ മപ്പാസ് അടിക്കാനുള്ള പാത്രം വെക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ. അതിനകത്തിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത് ഗത പതിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കളർഫുള്ളുമാണ്, കൂടുതലും ടേസ്റ്റുമാണ്, എരിവാണ്. നല്ല പിരിയൻ വറ്റൽമുളക്. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ സവാള തട്ടി കൊടുക്കുക. സവാള ഇങ്ങനെ സവാളഗിരി അങ്ങനെ ചറ പറയാൻ തട്ടി കൊടുത്ത് നല്ല ഉപ്പ് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കറിയുടെ എരി. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് പച്ചമുളക്. എന്തൊരു കളർഫുൾ. തക്കാളി കൂടെ വരുമ്പോഴത്തേക്ക് നല്ല കളർഫുള്ളാണ്. ഇനി ഇതിനകത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ പെട്ടെന്ന് ഉള്ളി കാണുന്നില്ല. ഉള്ളി ഒരുപാട് കളറൊന്നും മാറിയെങ്കിലും ബ്രൗണൊന്നും ആവണ്ട. നൈസായിട്ടൊന്ന് ബ്രൗൺ ഒന്ന് ആയി വരുന്ന ഘട്ടത്തിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇതിൻ്റെ അതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ കുക്കറിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന താറാവിൻ്റെ വെള്ളം അതിൻ്റെ ആ നെയ്യും സാധനം എല്ലാം കൂടി ഇതിനകത്ത് പിടിച്ചെടുക്കുക. അടിപൊളി. അങ്ങനെ നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന താറാവിനെ ഇതിനകത്തോട്ട് കൊടുക്കുക. സബാഷ് മൊത്തം ഇതിനകത്ത് തട്ടിക്കൊടുക്കുക. ഇതിനകത്ത് കിടന്ന് നല്ല പോലെ അങ്ങ് തിളയ്ക്കണം. കുറേ സമയം തിളച്ചോട്ടെ. ഈ ചാറ് മൊത്തം ഇതിനകത്ത് പിടിച്ചോട്ടെ. തക്കാളി ചുവപ്പും പച്ചയും എല്ലാം ആയിട്ട് നല്ല കിടിലുണ്ടാവും. അങ്ങനെ നമ്മൾ ഓക്കെ മൊത്തത്തിൽ തട്ടിക്കൊടുക്കാം. ഇനി ഇവനെ ഇവിടെ കിടന്ന് നല്ല പോലെ തിളക്കട്ടെ. ഇനി ഇതിലേക്ക് എളുപ്പം തേങ്ങ ഒരെണ്ണം അരച്ചത് ഇതിനകത്ത് ഈ കശുവണ്ടിയും കൊണ്ടിട്ട് അരച്ചാണ്. ഇതിങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. മല്ലിച്ചപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ച് നമുക്ക് എടുത്ത് കഴിക്കാം. അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാത്രം എടുത്ത് ഒരു വാഴയില വെച്ച് ഇനി ഇതിൻ്റെ അതിലേക്ക് നമ്മുടെ താറാവ് മപ്പാസ് കോരി വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം.
പൊറോട്ട കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൊറോട്ടയോട് ആയതുകൊണ്ട് കുറച്ച് ചാറ് കൂട്ടിയെടുത്ത്, ഒരുപാട് വറ്റിച്ചില്ല. അങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് കഴിച്ചു ചൂടാ നല്ല ചൂടാ. കൊള്ളാം. കുറച്ചുകൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറാവും. ഞാനുണ്ട്. കൊള്ളാം, സൂപ്പർ. നാളെ ഒരു താറാവിനും കൂടെ മേടിക്കും. കൊള്ളാം, പൊറോട്ടയോട് കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെ താറാവിനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു മപ്പാസ് അടിച്ച് സൂപ്പറായിട്ട് കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നീ എന്നെ വിളിച്ചെടുത്തത് എന്തായാലും കൂടാണ്. അതിൻ്റെ കൂടെ പാലപ്പം തന്നെ കുറച്ചുകൂടെ പുള്ളിയാ അല്ലേ? പാലപ്പം ഇടിയപ്പോൾ പാലപ്പം സൂപ്പർ.